നമസ്കാരം, ന്യൂസ് കേരള ടുഡേയിലേക്ക് സ്വാഗതം. കളമശ്ശേരി പോളിടെക്നിക് കോളേജിൽ കഞ്ചാവ് എത്തിച്ചത് 7 തവണ. മുഖ്യപ്രതിയായ അനുരാജിനെ ചോദ്യം ചെയ്തതിലാണ് ഇക്കാര്യം പുറത്തു വന്നത്. ഇയാൾ കഞ്ചാവ് ഇടപാട് തുടങ്ങിയത് 6 മാസം മുൻപാണ്. ഹോസ്റ്റലിൽ ലഹരി ഇടപാടുകൾ നടന്നത് അനുരാജിന്റെ നേതൃത്വത്തിലായിരുന്നു. ഇതിനുവേണ്ടി ഇയാൾ പലരിൽ നിന്നും പണം സമാഹരിച്ചിരുന്നു. ഹോസ്റ്റലിലെ ഹോളി ആഘോഷത്തിൽ കഞ്ചാവ് എത്തിക്കാൻ ഇയാൾ 16,000 രൂപയാണ് നൽകിയത്. പൂർവ്വ വിദ്യാർത്ഥികളായ ആഷിഖ്, ഷാലിഖ് എന്നിവർക്കായിരുന്നു ഇയാൾ ഗൂഗിൾ പേ വഴി പണം നൽകിയത്. കൊല്ലം കരുനാഗപ്പള്ളി സ്വദേശിയായ അനുരാജ് കളമശ്ശേരി പോളിടെക്നിക്കിലെ 3-ാം വർഷ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയാണ്. കഞ്ചാവിന് ഇയാൾ ഗൂഗിൾ പേ കൂടാതെ നേരിട്ട് പണം നൽകിയിട്ടുണ്ടെന്നും പോലീസ് കണ്ടെത്തി. 3.5 കിലോ കഞ്ചാവ് ഇയാൾ 4 കവറിലാക്കിയാണ് ഹോസ്റ്റലിൽ എത്തിച്ചത്. ഇതിൽ പോലീസ് പിടിച്ചെടുത്തത് 1.5 കിലോയാണ്. ബാക്കിയുള്ള കഞ്ചാവ് എവിടെയാണെന്ന് കണ്ടെത്താൻ പോലീസ് ഇപ്പോഴും അന്വേഷണം തുടരുകയാണെന്ന് തൃക്കാക്കര SP PV ബേബി പറഞ്ഞു. പുറയൂർ സ്വദേശികളായ ആഷിഖ്, ഷാലിഖ് എന്നീ പൂർവ്വ വിദ്യാർത്ഥികളാണ് ഹോസ്റ്റലിൽ കഞ്ചാവ് എത്തിച്ചിരുന്നത്. ഇവർ കഴിഞ്ഞ വർഷത്തെ 4-ാം സെമസ്റ്റർ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികളായിരുന്നു. എന്നാൽ ഇവർക്ക് ആവശ്യമായ അറ്റൻഡൻസ് ഇല്ലാത്തതിനാൽ പരീക്ഷ എഴുതാൻ കഴിഞ്ഞിരുന്നില്ല. ഒഡീഷ, പശ്ചിമ ബംഗാൾ വഴി ഇതര സംസ്ഥാനക്കാർ കൊണ്ടുവരുന്ന കഞ്ചാവും ഇവർ വാങ്ങിച്ചിരുന്നു. പൂർവ്വ വിദ്യാർത്ഥികൾ മുഖേനയാണ് അനുരാജ് ഹോസ്റ്റലിലേക്ക് കഞ്ചാവുകൾ എത്തിച്ചിരുന്നത് എന്നാണ് പോലീസ് പറയുന്നത്. കൂടാതെ ഇത് വിദ്യാർത്ഥികൾക്ക് വിതരണവും ചെയ്തിരുന്നു. ചെറുതും വലുതുമായ അളവിൽ ഇയാൾ വിദ്യാർത്ഥികൾക്ക് കഞ്ചാവ് വിൽപ്പന നടത്തിയിരുന്നതായി പോലീസ് പറയുന്നുണ്ട്. കൂടാതെ കഞ്ചാവ് റാക്കറ്റിന്റെ മുഖ്യ ഇടനിലക്കാരനും ഇയാൾ ആയിരുന്നു എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഇയാളുടെ മയക്കുമരുന്ന് മാഫിയയുമായുള്ള ബന്ധവും സാമ്പത്തിക ഇടപാടുകളും പോലീസ് അന്വേഷിച്ചു വരികയാണ്. ആഷിഖും ഷാലിഖും കഞ്ചാവും മറ്റു വസ്തുക്കളും വാങ്ങിയത് സുഹൈൽ ഭായ് എന്നയാളിൽ നിന്നാണെന്നാണ് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തിയത്. ഇയാൾക്കായുള്ള തെരച്ചിലും പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ചയാണ് കളമശ്ശേരി പോളിടെക്നിക് കോളേജിൽ നിന്ന് വിദ്യാർത്ഥികളെ കഞ്ചാവ് വിൽപ്പനയുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്യുന്നത്. ഹോളി ദിവസം കഞ്ചാവ് വിൽപ്പന നടത്താൻ ഇവർ ഒരു വാട്സപ്പ് കൂട്ടായ്മയും രൂപീകരിച്ചിരുന്നു. ഇതറിഞ്ഞ പ്രിൻസിപ്പളാണ് പോലീസിൽ പരാതി നൽകിയത്. തുടർന്ന് പോലീസ് ചാറ്റിലെ വിവരങ്ങൾ ശേഖരിക്കുകയും കഞ്ചാവ് ഹോസ്റ്റൽ റൂമിൽ എത്തിയതും അവർ കയ്യോടെ പിടിക്കുകയുമായിരുന്നു. ഹോളി നമുക്ക് പൊടി പൊടിക്കണം എന്ന മെസ്സേജോട് കൂടിയാണ് ഒരു സംഘം വിദ്യാർത്ഥികൾ വാട്സപ്പ് ഗ്രൂപ്പ് രൂപീകരിച്ചത്. കഞ്ചാവ് വിൽപ്പന എളുപ്പമാക്കാനായിരുന്നു പെരിയാർ ഹോസ്റ്റലിൽ ചിലരുടെ നേതൃത്വത്തിൽ വാട്സപ്പ് ഗ്രൂപ്പ് ഇവർ ആരംഭിച്ചത്. 5 ഗ്രാം വരുന്ന ഒരു പൊതിക്ക് 500 രൂപയ്ക്ക് വിൽക്കാനായിരുന്നു വിദ്യാർത്ഥികൾ തീരുമാനിച്ചിരുന്നത്. ഈ വിവരമാണ് സ്പെഷ്യൽ ബ്രാഞ്ച് അറിഞ്ഞത്. തുടർന്ന് ഇവരുടെ ചാറ്റുകളിൽ നുഴഞ്ഞുകയറി ഇത് ചോർത്താനും അവർ ശ്രമിച്ചു. ഹോസ്റ്റലിൽ ഏത് മുറിയിലാണ് കഞ്ചാവ് എത്തുന്നത് എന്നറിയാനും എവിടെ നിന്നും വരുന്നു എന്നറിയാനും പോലീസ് അത് വരുന്നതുവരെ കാത്തിരിക്കുകയായിരുന്നു. G11 എന്ന മുറിയിൽ കഞ്ചാവ് വന്നു എന്ന വിവരം ലഭിച്ചതോടെ ഇവർ ഇത് വാട്സപ്പ് വഴി ഷെയർ ചെയ്തിരുന്നു. റെയ്ഡിന്റെ ദൃശ്യങ്ങൾ മുഴുവൻ പോലീസ് പകർത്തുകയും ചെയ്തു. അർദ്ധരാത്രി തുടങ്ങിയ റെയ്ഡ് പുലർച്ചെ വരെയാണ് നീണ്ടുനിന്നത്.